ഹലോ ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര കൊടുങ്ങല്ലൂർ ദേവി ക്ഷേത്രത്തിലേക്കാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ 10-20 പേർ ചേർന്ന് ഒരു ട്രാവലർ ആക്കിയാണ് ഈ യാത്ര പോകാൻ തീരുമാനിച്ചത്. നമ്മൾ ചെയ്യുന്ന യാത്ര കച്ചേരിപ്പടിയിൽ നിന്നും കൊടുങ്ങല്ലൂർക്കാണ്. ഒരാൾക്ക് 220 രൂപ വീതം ആകും ട്രാവലർ ചാർജ്. ഇവിടുന്ന് 1.25 മണിക്കൂർ യാത്രയുണ്ട്, ഏകദേശം 40 കിലോമീറ്റർ. എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പലരും ഈ അമ്പലത്തിൽ പല പ്രാവശ്യം നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മുടെ യാത്ര വൈകിട്ടായതിനാൽ തന്നെ റോഡ് നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ അമ്പലത്തിലെത്തി കഴിഞ്ഞു. വണ്ടി ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് നമ്മൾ അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞതുകൊണ്ടാണോ അറിയില്ല, ഇന്ന് അമ്പലത്തിൽ തിരക്ക് കുറവാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്തെ പ്രധാന ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടാറുണ്ട്. ക്ഷേത്ര പരിസരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൽമരവും ഇരിഞ്ഞിമരവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നൽകാൻ സഹായിക്കുന്നുണ്ട്. ശിവൻ, ക്ഷേത്രപാലകൻ, തവിട്ടുമൂർത്തി എല്ലാം ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തികൾ ആണെങ്കിലും ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിൽ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം മീനഭരണിയാണ്. കൊടുങ്ങല്ലൂർ ഭരണി എന്നും ഇത് അറിയപ്പെടാറുണ്ട്. കാവു തീണ്ടൽ, ഭരണിപ്പാട്ട് ഇതെല്ലാം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണ്. കാവു തീണ്ടലിനെ ചിലർ കാവു പൂകൽ എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടുന്ന് ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഭർത്താവിന്റെ മരണത്തിൽ മനംനൊന്ത് മധുരാ നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂർ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദംബയായ പരാശക്തി ലയിച്ച് മോക്ഷം നേടിയതായും കഥയുണ്ട്. ശ്രീ ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രം എന്ന നിലയ്ക്ക് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടുത്തെ മുഖ്യദേവനാണ്. ഇവിടെ ദർശനം നടത്തിയ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ഇല്ലാതാവും എന്നൊരു വിശ്വാസം ഭക്തർക്കുണ്ട്. മീനഭരണിയുടെ തലേ ദിവസം നടത്തപ്പെടുന്ന അശ്വതി പൂജ തൃച്ചന്ദന ചാർത്ത് എന്നും അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിന്റെ മൊത്തം വിസ്തീർണം ഏകദേശം 10 ഏക്കർ ആണ്. ശ്രീകോവിലേക്ക് മാത്രം ഒരു ചെറിയ കവാടമുള്ളതും മറ്റു ഭാഗങ്ങളിൽ കരിങ്കല്ല് കൊണ്ട് അടച്ചു കെട്ടിയതുമായ രഹസ്യ അറയുടെ കവാടത്തിന് ഏകദേശം 3 അടി ഉയരവും 2 അടി വീതിയും കാണും. കവാടത്തിലേക്ക് കയറി ചെല്ലാൻ 3 തൃപ്പടികളും കോവിലുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷകൻ ആയിട്ടാണ് ക്ഷേത്രപാലകനെ കാണുന്നത്. വടക്കേ നടയിൽ കിഴക്കോട്ട് നീങ്ങിയിട്ടാണ് ക്ഷേത്രപാലകന്റെ പ്രതിഷ്ഠ. ഇവിടെയുള്ള തവിടാട്ടുമുത്തിയുടെ പ്രധാന വഴിപാട് തവിട് കൊണ്ട് ഒഴിഞ്ഞിടുകയാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറിക്കിട്ടും എന്നാണ് വിശ്വാസം. ഇവിടെ പടിഞ്ഞാറേ നടയിലുള്ള പ്രതിഷ്ഠയാണ് മസൂരിമാല. മഞ്ഞൾപ്പൊടി അടിക്കലാണ് പ്രധാന വഴിപാട്. പ്രത്യേകം ക്ഷേത്രമുണ്ടെങ്കിലും നിത്യപൂജയില്ല. വെടിവഴിപാടുകൾ, ഗുരുതി ഇതൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ക്ഷേത്രപാലകന് പ്രധാന വഴിപാട് ചമയമാണ്. ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം മീനഭരണിയാണ്. കൊടുങ്ങല്ലൂർ ഭരണി എന്നും അറിയപ്പെടുന്നുണ്ട്. ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണിത് ഈ ആഘോഷത്തിന്റെ അടിസ്ഥാനം എന്ന് വിശ്വാസം. രേവതി നാളിൽ കോമരങ്ങളെയും ഭക്തജനങ്ങളെയും കൊണ്ട് കാവ് നിറയുന്നു. ഓരോ ദേശത്തു നിന്നും എത്തുന്നവർക്ക് അവരുടേതായ ആൽത്തറകൾ കാവിലുണ്ട്. അവകാശത്തറകൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കാവ് തീണ്ടൽ സമയത്ത് അവകാശമുള്ളവർ ഒഴികെ ആരും ഈ തറയിൽ ഇരിക്കാറില്ല. മേടമാസത്തിലെ കാർത്തിക നാളിലെ ചാന്താട്ടം പ്രധാനമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ചില ആചാരങ്ങളും ചടങ്ങുകളും നടത്തുന്നത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ ദർശനം നടത്തി അമ്പലവും പരിസരവും ഒക്കെ ചുറ്റി നടന്ന് വീട്ടിലേക്ക് യാത്ര ചെയ്തു.